കഴിഞ്ഞ ദിവസം വലിയ ഹൈപ്പോടെ പുറത്തെത്തിയ എമ്പുരാൻ എന്ന സിനിമയ്ക്കെതിരെ വലിയ വിമർശനവും പിന്നീട് അത് ക്യാമ്പയിനായി മാറുന്ന കാഴ്ചയും കണ്ടു. ഇപ്പോഴത് ആ ക്യാമ്പയിൻ കേരളത്തിന് പുറത്തേക്കും മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് സിനിമയുടെ പാൻ ഇന്ത്യൻ സ്വപ്നങ്ങളെ എത്രത്തോളം ബാധിക്കുമെന്ന് ഈ കണക്കുകൾ തന്നെ വ്യക്തമാക്കുന്നു. തണുത്ത പ്രതികരണമാണ് കേരളത്തിന് പുറത്ത് ഈ സിനിമയ്ക്ക് നിലവിൽ ഉള്ളത്. കാരണം ടിക്കറ്റ് ബുക്ക് ചെയ്ത് റദ്ദാക്കിയവരുടെ എണ്ണം വളരെ കൂടുതലാണ്. വിരലിലെണ്ണാവുന്നവർ മാത്രമാണ് മുൻകൂർ ടിക്കറ്റ് ഇപ്പോൾ ഈ കേരളത്തിന് പുറത്ത് തിയേറ്ററിൽ ഇപ്പോൾ മുൻകൂറായി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്. 200-ലധികം തിയേറ്ററിലാണ് ഈ ഹിന്ദി പതിപ്പ് പ്രദർശിപ്പിക്കുന്നത്. പക്ഷേ അതിനൊരു തണുത്ത പ്രതികരണമാണെന്നാണ് ബുക്കിംഗ് ആപ്പുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുൻകൂർ ബുക്കിംഗ് എന്ന് പറയുന്നത് വിരലിലെണ്ണാവുന്നത് മാത്രമേ ഉള്ളൂ. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. നായകനും നായികയും സംവിധായകനുമെല്ലാം മുംബൈയിലെത്തി വലിയ രീതിയിലുള്ള ഹൈപ്പും പ്രൊമോഷനും ഒക്കെ നടത്തിയ ഒരു സിനിമ കൂടിയാണ്. അതൊരു വലിയ പാൻ ഇന്ത്യയിൽ തന്നെ വലിയ ചലനം സൃഷ്ടിക്കും എന്നൊക്കെയാണ് അണിയറ പ്രവർത്തകർ പറഞ്ഞത്. പക്ഷേ അതിനൊന്നും ഒരു വലിയ ചലനം സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ഇപ്പോൾ കണക്കുകൾ പറയുന്നത്. മുംബൈയിലെ ചില വൻകിട യൂട്യൂബ് ചാനലുകൾ ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി മാറിയതും അവർ ഇതിനിടയിലൂടെ ഈ സൽമാൻ ഖാൻ്റെ സിക്കന്ദർ എന്ന ചിത്രത്തിന് പ്രൊമോഷൻ ചെയ്തതുമൊക്കെ ഇതിനെ ബാധിച്ചിട്ടുണ്ട് എന്നും ചില റിപ്പോർട്ടുകൾ വരുന്നു. ഏതായാലും ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് മുംബൈയിൽ 220 ഷോയാണ് ഈ എമ്പുരാന് ഉള്ളത്. പക്ഷേ അവിടെ 23% ഒക്യുപ്പൻസി മാത്രമാണ് ഈ ബുക്കിംഗ് ഓൺലൈൻ ആപ്പുകളിൽ കാണിക്കുന്നത്. ദില്ലിയിൽ NCRൽ 160 ഷോയാണ്. അവിടെ 25% കാണിക്കുമ്പോൾ കന്നഡ, അതായത് നമ്മുടെ കർണാടകത്തിൽ 10.5% ഒക്യുപ്പൻസി മാത്രമാണ് കാണിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ കേരളത്തിൽ മാത്രമാണ് ഈ ഉന്തും തള്ളും ബഹളവുമൊക്കെ ഉള്ളത്. കേരളത്തിന് പുറത്ത് ഈ പടം ഒരു നനഞ്ഞ പടക്കമായി മാറി എന്ന് തന്നെ അക്ഷരാർത്ഥത്തിൽ പറയാൻ കഴിയും. ഏതായാലും ഹിന്ദിയും തമിഴും വിവിധ ഭാഷകളൊക്കെ കൂട്ടിക്കലർത്തിക്കൊണ്ടാണ് ഈ ചിത്രം ഒരു പാൻ ഇന്ത്യൻ തരംഗമാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ കേരളത്തിനപ്പുറത്തേക്ക് ഇതിന് ഒരു സാധ്യതയുമില്ല എന്ന് ഒരു പ്രദർശനം തുടങ്ങി ഒരു ദിവസം പിന്നിടുമ്പോൾ തെളിയിച്ചിരിക്കുകയാണ്. ഏതായാലും കേരളത്തിൽ പടം മുൻപോട്ട് പോകുന്നുണ്ട്. ഇവിടെയും ധാരാളം പേർ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ നീങ്ങുന്നുണ്ട്. ഏതായാലും ഒരു കാര്യം ഉറപ്പായി, കേരളത്തിന് പുറത്ത് കെട്ടിവെച്ച പൈസ കിട്ടില്ല എന്ന് ന്യൂസ് ഇന്ത്യ മലയാളം.